ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് വീഡിയോ കുറേ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഹോസ്പിറ്റലിൽ യൂസ്ഫുൾ ആയത് എനിക്ക് യൂസ്ലെസ് ആയത് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് വെച്ചിട്ട്. അതായത് മെൻസിലായിരുന്നു ഡെലിവറി. മെൻസിൽ ആ ടൈമിന് ഡെലിവറി കാത്തിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് എടുക്കാനായിരിക്കും ഞാൻ കുറേ പേർക്ക് മെസ്സേജ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം ആ ടൈമിന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു ഇതിലായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ വെച്ചാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സാധനങ്ങളിൽ യൂസ്ഫുൾ ആയതും വെറുതെ എടുത്തു അതുപോലെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോയിലുള്ള സാധനം ഓർഡറിൽ ഞാൻ ഏതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്, ഏതൊക്കെയാണ് എനിക്ക് യൂസ്ഫുൾ ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡയപ്പറാണ്. ഞാൻ അന്നേരം ബേബി ഹൈക്കിൻ്റെ പ്രോ ഡയപ്പർ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ടേപ്പ് പാൻസ് അല്ല, അതായിരുന്നു ഞാൻ അന്നേരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പാക്ക് ഡയപ്പർ, നമുക്ക് ബേബി ഡയപ്പർ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കിട്ടും. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നവരെ ആ പാക്ക് മതിയാവും. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആവശ്യം വന്നിട്ടില്ല. ലാസ്റ്റ് വരുന്ന ഡേ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്തിട്ട് കൊടുത്തു. ഒരാഗ്രഹം കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്തിട്ടു. അല്ലാതെ ഇതിനെ കൊണ്ടൊരു ആവശ്യം ഇല്ല, കൊണ്ടുപോകണമെന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ എടുത്തത് വൈപ്സ്, വെറ്റ് വൈപ്സ് ബേബി ഹഗിൻ്റെ തന്നെ. അതും കിട്ടും, ആവശ്യമില്ല, തീരെ ആവശ്യമില്ല. വൈപ്സ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്ര വൈപ്സേ ആവശ്യം വരുള്ളൂ. ആ ഒരു പാക്ക് കിട്ടും, അത് യൂസ് ചെയ്താൽ മതിയാവും. നമ്മൾ കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് കുറച്ച് കെട്ടുടുപ്പുകളാണ്. കെട്ടുടുപ്പും ഞാൻ കുറച്ചൊന്നും അങ്ങനെ കുറേയൊന്നും കൊണ്ടുപോയില്ല. കുറച്ച് വൈറ്റ് ഡ്രസ്സ് കൊണ്ടുപോയി, ഒരു 2-3 വൈറ്റ് കെട്ടുടുപ്പ് എടുത്തു. പിന്നെ 2 കളർ, ഒരു ബ്ലൂ ആൻഡ് പിങ്ക്, അത് 2 കളറും എടുത്തു. അതിൽ ഒന്നും അവർ ഒരു ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ബേബിനെ ഫസ്റ്റ് തരുക. അപ്പം ആ ഡ്രസ്സ് ഫസ്റ്റ് ഡേ ടു സെക്കൻഡ് ഡേ ഞാൻ കൊണ്ടുപോയി ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടു. ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുപോയ കളർ ഡ്രസ്സിൽ ഒരു കളർ ഡ്രസ്സ് ഇട്ടു. അത്രേ ആവശ്യമുള്ളൂ. ബേബിക്കുള്ള ഡ്രസ്സ് 2-3 ഡ്രസ്സ് എക്സ്ട്രാ നമുക്ക് എടുക്കാം. 2-3 എടുക്കാം, എടുക്കുന്നത് നല്ലതാണ്, ആവശ്യം വരും. പിന്നെ ഞാൻ കുറച്ച് ബാത്ത് ടവൽസും കോട്ടൺ നാപ്പീസും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാത്ത് ടവൽസിൻ്റെ ആവശ്യം വന്നിട്ടില്ല, നമ്മൾ കുട്ടീനെ ഹോസ്പിറ്റലിൽ കുളിപ്പിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നാപ്പീസും ആവശ്യമില്ല, ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ നാപ്പീസിൻ്റെ ആവശ്യമേ ഇല്ല, അതുകൊണ്ട് അതും ആവശ്യമില്ല. ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എടുത്ത് പാക്ക് ചെയ്തില്ല. എല്ലാം കുറച്ച് 2-3 പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടൊന്നല്ല പോയിട്ടുണ്ടായിരുന്നത്. ഏതാ ആവശ്യം വരുമെന്ന് അറിയാത്തതുകൊണ്ട് കുറച്ചെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായി, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ക്യാപ്പ്, മിറ്റൺ, ബൂട്ടീസ് ഒക്കെ ഉള്ള ഒരു സെറ്റായിരുന്നു. അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വീട്ടിലേക്ക് വരുമ്പോൾ ഇട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വരുമ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ബേബിനെ ഫസ്റ്റ് തരുമ്പോൾ അവരൊന്ന് ഇട്ട് കൊടുക്കും. അത് നമുക്ക് ഫസ്റ്റ് ഡേയ്സ് ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും, കാരണം മുഷിയൊന്നും ഇല്ലല്ലോ, ബേബി അല്ലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ഫേസ് ടവൽസ്, കുഞ്ഞു ഫേസ് ടവൽസ് ബേബീസിനെ പറ്റിയിട്ടുള്ള ഒരു അതെടുത്തിട്ടുണ്ട്, ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 പീസ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫേസൊക്കെ പാൽ കുടിച്ചു അങ്ങനെയൊക്കെ വൈപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, എന്നാലും 1-2 എടുത്ത് ബാഗിൽ വെക്കുന്നത് നല്ലതാണ്. വൈപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ലേ. ഒന്നേ മിക്കവാറും ഹോസ്പിറ്റലിലേക്ക് എടുക്കുള്ളൂ. പിന്നെ ഡ്രൈ ഷീറ്റ് ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിൽ ഒന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രൈ ഷീറ്റിൻ്റെ ഒരാവശ്യവും വന്നിട്ടില്ല. ആവശ്യം വരുമല്ലോ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ, പിന്നെ ഷീറ്റിൻ്റെ ആവശ്യം എന്താ, അപ്പം അതും ആവശ്യമില്ല. കുട്ടീനെ ഫുള്ളായിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്ന 2 ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് 2 ഞാൻ കൊണ്ടുപോയി. യൂസ്ഫുൾ ആണ്, കാരണം നമ്മൾ ഫസ്റ്റ് ജനിച്ചപാട് കുട്ടീനെ ഫുൾ കവർ ചെയ്ത് അങ്ങനെ വെക്കുക. അപ്പോൾ ഈ സാധനം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഹോസ്പിറ്റലിൽ ഒന്ന് തരും, ഫസ്റ്റ് ഡേ അതെടുത്തു, സെക്കൻഡ് ഡേ ഞാൻ കൊണ്ടുപോയതെടുത്തു, തേർഡ് ഡേ തിരിച്ച് വരുമ്പോൾ ഒന്നെടുത്തു. അങ്ങനെ ഞാൻ കൊണ്ടുപോയ 2ഉം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് ഞാൻ പാക്ക് ചെയ്യുന്നത് എടുത്തു വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് 2-3 പീസേ കൊണ്ടുപോയിട്ടുള്ളൂ. അതിലൊരു 1 പീസൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. 1-2 പീസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമൊന്നുമില്ല, ബേബിനെ റാപ്പ് ചെയ്യുന്നതിന് ഉള്ളിൽ ഞാൻ വെച്ച് കുറച്ചുകൂടി ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ യൂസ് ഒന്നും ഇല്ല, എന്നാലും 2-3 പീസ് എടുക്കാം. പിന്നെ ഞാൻ സോപ്പിൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സോപ്പ് കൊണ്ടുപോകില്ലാന്ന് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോപ്പ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുന്നില്ല. ഓക്കെ, ഞാൻ സെബാമെഡിൻ്റെ സോപ്പാണ് ബേബിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഹിമാലയും സെബാമെഡും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെബാമെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇത്ര വരെ ഞാൻ സെബാമെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുപോയി. നെറ്റ് ബാഗ് വാങ്ങിയത് ഞാൻ നെറ്റ് ബെഡ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കൊതുകിൻ്റെ ഒക്കെ ആവശ്യമുള്ളപ്പോൾ നെറ്റ് ബെഡിൻ്റെ ആവശ്യം പറഞ്ഞിട്ടില്ല. സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ബേബിനെ കിട്ടിയത് മുതൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ലീപ്പിംഗ് ബാഗിലാണ് നല്ല കംഫർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സിബൊക്കെ ഇട്ടിട്ട് അതിനുള്ളിലാണ് കിടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ അതിനെ തന്നെ എടുത്തിട്ട് വന്നു. അപ്പം ബേബിക്കും കംഫർട്ട്, നമുക്കും എടുക്കാനും കംഫർട്ടായിരുന്നു. അതുകൊണ്ട് അത് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. നല്ല സാധനം എടുക്കാം. ബെഡ് വേണ്ട, നമ്മൾ ഡയപ്പറൊക്കെ ഇടുന്നുണ്ട്, നമുക്ക് അതിൽ തന്നെ കിടക്കുകയും ചെയ്യാം. ഒരു ഡ്രൈ ഷീറ്റ് ഒന്നും ആവശ്യമില്ല. അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഞാൻ കൊണ്ടുപോയതിൽ. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങളിൽ ഞാൻ ഒരു ഫീഡിങ് ഡ്രസ്, ഒരു ഫുൾ ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യം വന്നു, കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഡേ ചേഞ്ച് ചെയ്തു, ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കുളിച്ചിട്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തത് ഇട്ടു. അങ്ങനെ 2 ഡ്രസ്സ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഫീഡിങ് ഡ്രസ്സ് 2-3 എടുക്കുന്നത് നല്ലതാണ്. എക്സ്ട്രാ ഉള്ളത് ഒരു സേഫായിട്ട് വെക്കാം, നമുക്ക് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ പിന്നെ ഒരു ഡേ മുന്നേ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഡ്രസ്സും കൂടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു 3-4 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ഫയൽസ്, അതൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ പാക്ക് ചെയ്തതിൽ. പിന്നെ ഞാൻ മെറ്റേണിറ്റി പാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മെറ്റേണിറ്റി പാഡ് നല്ല അഡൽട്ട് ഡയപ്പേഴ്സ് അവർ തരും, നമുക്ക് ഇടാൻ കംഫർട്ട്. എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ പാൻറ്റീസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം വലിയ ഡയപ്പർ ഇടാനായിരുന്നു കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് വരുന്നവരിട്ടത്. അതിന് എക്സ്ട്രാ ചാർജ് വരും, നമ്മൾ എക്സ്ട്രാ എത്ര എണ്ണം വാങ്ങുന്നു അത്ര ചാർജ് എക്സ്ട്രാ വരും, ആഡ് ആവും. പക്ഷെ ഞാൻ അത് തന്നെ വാങ്ങിക്കൊണ്ട് പോയത്, കാരണം അതായിരുന്നു കംഫർട്ട്. വലിയ പാഡ് ഇങ്ങനെ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാനത് കൊണ്ടുപോയത് യൂസ് ചെയ്തിട്ടില്ല. രണ്ട് ടൈപ്പ് പാഡ് കൊണ്ടുപോയിരുന്നു. ഒരു മെറ്റേണിറ്റി പാഡും ഒരു XXL സൈസ് നോർമൽ പാഡും. രണ്ടും യൂസ് ചെയ്തില്ല, തിരിച്ചു കൊണ്ടുവന്നു. 3 ടൈപ്പ് കൊണ്ടുപോയി. ഒരു XL-ഉം XXL-ഉം മെറ്റേണിറ്റി പാഡ്. ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 യൂസ് ചെയ്തിട്ടുണ്ട്, അത്രയും ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ടിഷ്യൂ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അതൊക്കെ റൂമിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ആവശ്യം വരും. ഹോട്ട് ബാഗ് ഒക്കെ വെറുതെ കേട്ടോ, അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. ആവശ്യം വരും, ചില ആൾക്കാർക്ക് ആവശ്യം വരും. എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കൂടുതൽ ടൈമും ലേബർ റൂമിൻ്റെ ഉള്ളിലായിരുന്നു, അതുകൊണ്ട് അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സോക്സ് ഒക്കെ തണുക്കുമോ, അങ്ങനെ തണുക്കുകയും ചെയ്യും, പക്ഷെ നമ്മൾ പുതച്ച് കിടന്നാൽ മതി. ഫ്ലാസ്ക്, അതൊക്കെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലാസ്ക്, ഗ്ലാസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ യൂസ്ഫുൾ ആണ്. നമ്മളൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യം വരുമല്ലോ, അതൊക്കെ ആവശ്യമുണ്ടായിരുന്നു, നമ്മളെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ കൊണ്ടുപോയതിൽ എനിക്ക് ആവശ്യം വരാത്തതും വന്നതുമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ എന്തൊക്കെ ആവശ്യം വരുമെന്നൊന്നും അറിയാതെ ആണല്ലോ കൊണ്ടുപോയത്, നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആവശ്യം എൻ്റെ ഡെലിവറി മിംസിലായിരുന്നു, മാസ്റ്റർ മിംസ് കണ്ണൂരിലായിരുന്നു. അപ്പോൾ അവിടെ ഇത്തെ പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആണ്. എല്ലാ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിട്ട് വേണം സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുപോകാണ്ട് നിൽക്കുന്നതും. കാരണം ആവശ്യം വന്നിട്ട് പിന്നെ ഓടാനാവണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കയ്യിലുള്ളതായിരിക്കും എപ്പോഴും സേഫ്. കാരണം പെട്ടെന്ന് ആ ഒരു സമയത്ത് ഇതിനൊന്നും തിരക്കായിരിക്കും, അത് ആ സമയത്തെ മനസ്സിലാവും. കൂടെ നിൽക്കുന്നവർക്കായാലും നമുക്കായാലും പിന്നെ കൂടുതൽ ടെൻഷനിലേക്ക് ഇന്ന് സാധനം ഇല്ല അങ്ങനെയെല്ലാം വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പം എല്ലാം കയ്യിലുള്ളതായിരിക്കും സേഫ്. അന്ന് വെച്ചിട്ട് ഓവറായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യവും വരുന്നില്ല. നമ്മൾ കുറേ സാധനങ്ങൾ എടുത്ത് പോകുന്നതും നമുക്കൊരു ഇങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ പോകുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഞാൻ ആദ്യമേ അന്വേഷിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫീഡിങ് ഡ്രസ്സ് എന്തായാലും എടുത്തോ, ഫീഡിങ് നൈറ്റി എന്താണ് നമുക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതെടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്ത് സാധനമായാലും നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, അങ്ങനെയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ എടുത്തു എന്നേ ഉള്ളൂ. ഡയപ്പറൊക്കെ ആവശ്യം വരില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ബേബിക്കുള്ളത് ആവശ്യം വരില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് തരുന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു, ഞാൻ എടുത്തു. അപ്പം ഇല്ല, വെറുതെ ലഗേജ് ഇങ്ങനെ വലിയ ബാഗ് എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആ പാക്കേജിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ്. ഇങ്ങനത്തെ അല്ലാത്ത പാക്കേജിലാകുമ്പം നമ്മളെല്ലാം എടുക്കേണ്ടി വരും. ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ വേറെ ഒരു ഹോസ്പിറ്റലിലെ കാര്യം എനിക്കറിയില്ല.
ഇതെൻ്റെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയതും എനിക്ക് വേണ്ടാണ്ടായ സാധനങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.